നമസ്കാരം, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇന്നതാ നല്ലൊരു ഐഡിയ ആണ് കേട്ടോ കാണിക്കുന്നത്. അതിനായിട്ട് ഇതാ പ്രിന്റഡ് ആയിട്ടുള്ള ഒരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇത് കോട്ടൺ തുണിയല്ല, നമ്മുടെ ബെഡ്ഷീറ്റിൻ്റെ ഒക്കെ തുണി ഉണ്ടല്ലോ, അതാണ് കേട്ടോ. ആ ഒരു തുണി നമ്മൾ 2 മടക്കായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള തുണിയുടെ നീളം 46 ഇഞ്ചിലും വീതി എടുത്തിട്ടുള്ളത് 23 ഇഞ്ചിലാണ്. ഇത് നമ്മൾ 2 മടക്കായിട്ടാണ് വെച്ചിട്ടുള്ളത്. വീണ്ടും ഒന്നും കൂടെ മടക്കി കൊടുക്കാം, ദാ ഇതുപോലെ. അതിനുശേഷം നമുക്ക് ഒന്നുകൂടെ മടക്കി കൊടുക്കണം. ഇപ്പം അത് 8 ലെയറായിട്ടാണ് ഉള്ളത്. ഇനി നമ്മൾ മടക്കി വെച്ച തുണിയുടെ താഴത്തെ കോർണർ ഭാഗത്തു നിന്നായിട്ട് ഒരു സൈഡിലേക്ക് നമ്മൾ 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അവിടുന്ന് നമ്മളിതാ ഈ ഒരു രീതിക്ക് തുണിയുടെ ഉൾഭാഗത്തുമായിട്ട് 11 ഇഞ്ച് വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി തുണിയുടെ ഉള്ളിൽ മാർക്ക് ചെയ്ത ഭാഗങ്ങൾ ഇതുപോലെ ജോയിൻ്റ് ആക്കിയിട്ട് അവിടെ ഒരു ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം, ദാ ഇതുപോലെ. അതിനുശേഷം നമുക്ക് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഷേപ്പിൽ തുണി കട്ട് ചെയ്ത് എടുക്കാം. ഇനി നമ്മൾ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത തുണി ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് നിവർത്തി വെച്ച് കൊടുക്കാം. നമുക്കിവിടെ റൗണ്ട് ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത്. ആ ഒരു രീതിക്ക് നമ്മൾ 2 പീസാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് ഒരു പീസ് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ ഒരു പീസ് തുണിയുടെ നല്ല വശം മുകളിലേക്ക് എന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് അടുത്തൊരു പീസ് തുണി എടുത്തിട്ട് അതും നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2ൻ്റെയും നല്ല വശങ്ങൾ ഉള്ളിലേക്ക് ചേർന്ന് വരുന്ന രീതിക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിവിടെ തുണിയുടെ ഒരു അരികു ഭാഗത്തായിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി മാർക്ക് ചെയ്ത ഒരു സൈഡിൽ നിന്നായിട്ട് അരികിലൂടെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അടുത്തൊരു സൈഡിൽ മാർക്ക് ചെയ്ത അത്രയും തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തില്ല 5 ഇഞ്ച്, അത് ഓപ്പൺ സൈഡായിട്ട് വെക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു രീതിക്ക് ഇതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു ഭാഗം നമ്മൾ ഓപ്പൺ സൈഡായിട്ടും വെച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗത്തൂടെ ആയിട്ട് ഈ തുണിയുടെ നല്ല വശം നമുക്ക് പുറത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിൻ്റെ മോൾ ഭാഗത്തൂടെ ആയിട്ട് ആ റൗണ്ട് ഷേപ്പ് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു തുണിയുടെ 2 വശവും നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം. അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് കോട്ടൺ എടുത്തിട്ടുണ്ട്. ഈ ഒരു കോട്ടൺ ഓൺലൈനായിട്ട് മേടിച്ചതാണ് കേട്ടോ. ഞാൻ വീഡിയോയുടെ താഴെ പ്രോഡക്റ്റ് ലിങ്കായിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുള്ള ഒരു ഭാഗത്തൂടെ ആയിട്ട് ഈ ഒരു കോട്ടൺ ഈ ഒരു കവറിൻ്റെ ഉള്ളിലേക്കായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓരോരോ ഭാഗങ്ങളായിട്ടാണ് ഫില്ല് ചെയ്ത് എടുക്കുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു കവർ ഫുള്ളായിട്ട് തന്നെ ഫില്ല് ചെയ്ത് എടുക്കണം. അപ്പം അങ്ങനെ നമ്മളിതാ ഫുള്ളായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇട്ടുള്ളത്. ഇനി നമുക്ക് ഓപ്പണായിട്ട് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, തുണിയുടെ 2 അരികു ഭാഗത്തു നിന്നായിട്ട് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക ചെറുതായിട്ട്. എന്നിട്ട് സാധാരണ സൂചി നൂല് വെച്ചിട്ട് അരികിലൂടെ ഇതുപോലെ തുന്നിയെടുക്കുക. നമ്മൾ ഓപ്പണായിട്ട് വെച്ചിട്ടുള്ള അത്രയും ഭാഗം തന്നെ തുന്നി കൊടുക്കണം. അപ്പോൾ അതാ ഇതുപോലെയാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഓരോരോ മാർക്കിംഗ് കൊടുക്കണം. നമ്മൾ ഓരോ ഡോട്ട് പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ 9 ഡോട്ടുകളാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ആ ഒരു ഭാഗമൊക്കെ നമുക്ക് ഓരോരോ കെട്ടുകളായിട്ട് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് വലിയ സൂചി കട്ടിയായിട്ടുള്ള നൂലുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്തായിട്ട് കെട്ടിട്ട് കൊടുക്കുന്നത് ഈ ഒരു രീതിക്കാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർക്ക് കൂടെ ചെയ്യാവുന്ന രീതിയിലാണ് കേട്ടോ. ഇത് കൈവച്ചിട്ട് തുന്നിയിട്ടായാലും ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ 1-2 ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടാതെ ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇപ്പം നമ്മളിതാ ഒരു കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത അത്രയും ഭാഗങ്ങളിലും ഈ ഒരു രീതിക്ക് തന്നെ നമ്മൾ ഓരോരോ കെട്ടുകളായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു രീതിക്ക് ഉണ്ടാക്കി കാണിക്കുന്നത് ഫ്ലോർ സോഫയാണ്. ഇത് വെച്ചിട്ട് പല പല ഉപയോഗങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾക്കിത് ചെയറിൻ്റെ മുകളിലായിട്ട് വെച്ച് ഉപയോഗിക്കാം. അതുപോലെ സ്റ്റൂളിൻ്റെ മുകളിൽ, കാർ സീറ്റിൽ, അങ്ങനെയൊക്കെ പലതരം ഉപയോഗങ്ങളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുഷ്യനായിട്ട് ഉപയോഗിക്കാം. ഇത്ര തന്നെയുള്ളൂ. അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.